കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും പിന്നെ വീട്ടിലൊക്കെ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സവോളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളി പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട ചേർക്കുന്നത്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുട്ടയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഓയിൽ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് റൈസാണ് ചേർക്കുന്നത്. റൈസ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നീട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.